ബംഗ്ലാദേശിലെ പാസഞ്ചർ ലൗഞ്ചുകളിലെ മനുഷ്യജീവിതം പുറമേയുള്ളവർക്ക് ഒരു ആക്ഷൻ ത്രില്ലർ പോലെ അപകടം പിടിച്ചതായി തോന്നാം. പക്ഷെ അവിടെയുള്ളവർക്ക് അത് ദിനചര്യയുടെ ഭാഗം മാത്രമാണ്. കോടിക്കണക്കിന് മനുഷ്യരെ ദിവസവും കുറഞ്ഞ ചെലവിൽ യാത്ര ചെയ്യാൻ സഹായിക്കുന്ന മാർഗമാണ് ഇന്ത്യയിലെ റെയിൽവേ പാളങ്ങളെങ്കിൽ ബംഗ്ലാദേശിലെ ആ സ്ഥാനം നദികൾക്കാണ്. 24,000-ഓളം കിലോമീറ്ററിലധികം നീളമുള്ള റിവർ നെറ്റ്വർക്കുകളാണ് ബംഗ്ലാദേശിലുള്ളത്. ലക്ഷക്കണക്കിന് ആളുകൾ ഇന്നും റോഡുകളെക്കാൾ കൂടുതൽ നദികളെയാണ് യാത്രക്കായി ആശ്രയിക്കുന്നത്. ദിവസവും ശരാശരി 2 ലക്ഷത്തോളം മനുഷ്യർ. 500 മുതൽ 1500 വരെ ആളുകളെ ഒരേ സമയം വഹിക്കാൻ സാധിക്കുന്ന മൾട്ടി ഡെക്ക് വെസലുകളാണ് ഈ നദികളിലെ രാജാക്കന്മാർ. ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ റിവർ പോർട്ടുകളിലൊന്നായ ധാക്കയിലെ സദർഘട്ടിൽ സീറോ ഗ്യാപ് ഡോക്കിംഗ് രീതിയിലാണ് ഇവ പാർക്ക് ചെയ്യുന്നത്. സ്ഥലപരിമിതി മൂലം തൊട്ടില്ല എന്ന രീതിയിൽ ഈ കൂറ്റൻ വെസലുകളെ ഡോക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആഘാതം താങ്ങാൻ വെസലുകളുടെ വശങ്ങളിൽ പ്രത്യേക സംരക്ഷണ കവചങ്ങളും റബ്ബർ ബഫറുകളും പിടിപ്പിച്ചിട്ടുണ്ട്. ഓട്ടോ പൈലറ്റോ സെൻസറുകളോ ഒന്നുമില്ലാതെ കേവലം ഹാൻഡ് സിഗ്നലുകളും എക്സ്പീരിയൻസും മാത്രം കൈമുതലാക്കി പടുകൂറ്റൻ വെസലുകളെ പാർക്ക് ചെയ്യുന്ന ക്യാപ്റ്റന്മാരുടെ കരവിരുതിനെ സമ്മതിച്ചേ പറ്റൂ. ലോകത്തിലെ ഏറ്റവും ദീർഘമേറിയ നദീയാത്രകളിൽ ഒന്നാണ് ധാക്കയിൽ നിന്ന് ഖുൽനയിലേക്കുള്ളത്. പത്മ, മേഘ്ന നദികളിലൂടെയുള്ള 400 കിലോമീറ്റർ വെസൽ യാത്ര 24 മണിക്കൂർ സമയം വരെ എടുക്കാറുണ്ട്. റോഡുകളോ റെയിലുകളോ എത്താത്ത ഒറ്റപ്പെട്ട പല ഗ്രാമങ്ങളെയും നഗരങ്ങളുമായി ബന്ധിപ്പിക്കുന്ന ഒരേയൊരു മാർഗമാണിത്. പുറമേ നിന്ന് നോക്കുന്നവർക്ക് റിവർ വെസലുകൾ തിരക്കേറിയ സുരക്ഷിതത്വമില്ലാത്ത യാത്രയായി തോന്നാം. എന്നാൽ ബംഗ്ലാദേശികൾക്ക് അത് അവരുടെ അതിജീവനത്തിന്റെ ഭാഗമാണ്. എല്ലാ കുറവുകൾക്കും ഉപരിയായി ഏറ്റവും ചെലവ് കുറഞ്ഞ, എളുപ്പത്തിൽ ലഭ്യമാകുന്ന ഒരേയൊരു ഗതാഗത സംവിധാനമാണ്. ഈ സംവിധാനം ഇപ്പോഴും നിലനിൽക്കുന്നത് അത് കുറ്റമറ്റതായതുകൊണ്ടല്ല, മറിച്ച് ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് മറ്റു പോംവഴികളില്ലാത്തതുകൊണ്ടാണ്. അടുത്ത വീഡിയോയിൽ നാവികരുടെ വരെ പേടി സ്വപ്നമായിരുന്ന ഒരു ജീവിയെക്കുറിച്ച് പറയാം. ഈ പേജ് ഫോളോ ചെയ്തോളൂ.